ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു മെഹന്തി വീഡിയോ ആണ് കാണിക്കുന്നത്. വരച്ച് പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്ക്വയർ ഇതുപോലെ ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കൂടെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിൻ്റെ ചുറ്റിലും ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചെടുക്കുക. ഇനി സ്ക്വയറിൻ്റെ ഉൾഭാഗത്ത് കൊടുത്ത ലൈനൊന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് പകരം ആ ഒരു സ്ക്വയറിൽ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു സ്ക്വയർ കൂടെ നിൽക്കുന്ന രീതിയിൽ നേരത്തെ വരച്ചതിനോട് ചേർന്ന് ഒന്നുകൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനും കട്ടി കൂട്ടി വരച്ച ശേഷം ഔട്ട്ലൈനായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ വരച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഓരോ ദിവസം ഒന്നോ രണ്ടോ ഡിസൈൻസൊക്കെ വെച്ചിട്ടെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒത്തിരി ഡിസൈൻസൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലായിട്ട് ചെയ്തെടുക്കാം. മെഹന്തിൻ്റെ കൂട്ടത്തിൽ ആർട്ട് വർക്കുകളും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ഒരു ദിവസം ഒരു മെഹന്തിൻ്റെ വീഡിയോ പിന്നെ ആർട്ട് വർക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ ആർട്ട് വർക്കുകളുടെ സീരീസ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5-6 ടൈപ്പിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി ഈ ഒരു ഡിസൈൻ വരച്ചെടുത്തതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ വരച്ചെടുത്ത ഷേപ്പുകളുടെ അടുത്തൊരു സൈഡിലായിട്ട് ഒരു 3 ലേസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് ഇത്തിരി കട്ടിയിൽ തന്നെ ആ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും ഹംസ് വരച്ചിട്ട് കട്ടിയിലൊരു ലൈന് മുകൾ ഭാഗത്തായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ സ്ക്വയറിന് മുകളിൽ വരച്ചെടുത്ത ഹംസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 സ്ക്വയേഴ്സിൻ്റെ മുകളിലും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഡിസൈൻ വരച്ചതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കർവ് വരുന്നൊരു ഷേപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് ഇത്തിരി കട്ടി കൂട്ടി തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിനോട് ചേർന്ന് അടുത്തൊരു ലൈനും കർവ് ചെയ്തിട്ട് തന്നെ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ഒരു ലീഫിൻ്റെ ഷേപ്പായിട്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇത്തിരി വലിപ്പം കുറച്ചിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലും ഒരു ലീഫ് പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഈ ഒരു സ്പേസിൽ 3-4 എണ്ണം ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുക. ഓരോന്ന് വരക്കുമ്പോഴും വലിപ്പം കുറച്ചിട്ട് വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവറിന് പകരം വേറെ ടൈപ്പിലുള്ള ഫ്ലവർ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഞാൻ ഈ ഒരു ഭാഗത്ത് മുഴുവൻ ഒരേ ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് വരച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിൽ 3 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു 3 പെറ്റൽസിൻ്റെ അതേ ഷേപ്പിൽ ഇത്തിരി സ്പേസ് ഇട്ടിട്ട് 3 ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം ഇത്തിരി കട്ടി കൂടി നിൽക്കുന്ന രീതിയിൽ വീണ്ടും ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അടുത്തൊരു ലെയറിലുള്ള പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ലെയർ കൂടെ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഫ്ലവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ലെയറിലുള്ള പെറ്റൽസ് കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 ടൈപ്പിലുള്ള ഫ്ലവേഴ്സിൻ്റെ സൈഡിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കർവ് വരുന്നൊരു ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ വരച്ചെടുത്ത ലൈനൊന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ലൈൻസ് വരച്ചിട്ട് എൻഡിലായിട്ട് ലേസ് വരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ലൈനും കൂടെ കട്ടി കൂട്ടിയിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് വരച്ചെടുക്കുമ്പോൾ ലൈൻ കൂടെ കട്ടി കൂട്ടിയിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇനി വലിപ്പം കുറച്ചിട്ട് ആ ഒരു സ്പേസിൽ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ നൈസായിട്ട് 2 കർവ് വരുന്ന ലൈനൊന്ന് വരച്ചിട്ട് എൻഡിലായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുകളിൽ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഷേപ്പ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഷേപ്പിന് മുകളിലൊന്ന് ഹംസ് വരച്ച് കൊടുക്കുക. ഇനി ആ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ലൈൻസ് വലിപ്പം കുറച്ചിട്ടൊന്ന് വരച്ചെടുക്കുക. ലൈനിൻ്റെ എൻഡിലൊക്കെ ലീവ്സും അതുപോലെ ഡോട്ട്സൊക്കെ മിക്സ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ചിട്ടുള്ള ഫ്ലവർ വീണ്ടും ഒന്ന് വരച്ച് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലവർ മാറ്റി വരക്കണമെങ്കിൽ മാറ്റി വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ മുകളിലും ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലൈനിന് പകരം പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ 2 ഫ്ലവറിനോട് ചേർന്നിട്ട് അടുത്തൊരു ഫ്ലവർ കൂടെ വരച്ചെടുക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റിൽ ചെയ്ത പോലെ സ്ക്വയർ ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ സ്ക്വയറിൻ്റെ 4 ലൈൻസുകളും ഒന്ന് കട്ടികൂട്ടി വരച്ച ശേഷം ഒരു ലെയർ കൂടെ ലൈനൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്ക്വയറിൻ്റെ മുകളിലുള്ള 2 ഭാഗത്തും ഹംസ് വരച്ചെടുത്തിട്ട് അതിന് മുകളിലൊന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി സ്പേസ് കുറവുള്ള 2 ഭാഗത്ത് പെറ്റൽസ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡിസൈൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കർവ് വരുന്ന ആ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് എൻഡിലായിട്ട് ലീവ്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെ ഡിസൈൻ മാറ്റി വരക്കണമെങ്കിൽ മാറ്റി വരക്കാം. വെറും ഫ്ലവേഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി തൊട്ടടുത്ത ഫിംഗറിലായിട്ട് തല തിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ തന്നെ കർവ് വരുന്ന ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വലിപ്പം കുറച്ചിട്ട് താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഫിംഗേഴ്സിലൊക്കെ ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ 2-3 ലൈൻസ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുക. ഇനി ആ കർവ് ചെയ്ത ഷേപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു ലൈൻ വരച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഫിംഗറിലായിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഹംസിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടിക്കൂട്ടി വരച്ച ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കർവ് വരുന്ന ഡിസൈൻ ഈ ഒരു ഫിംഗറിലും കൂടെ വരച്ചെടുക്കുക. ബാക്കിയുള്ള 2 ഫിംഗേഴ്സ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിടാണ് ചെയ്യുന്നത്. ആ ഒരു ഫിംഗറിലും ഇതുപോലെ തന്നെ താഴോട്ട് നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കണമെങ്കിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.